പാതാളം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തിരിക്കുകയാണ്. റൈറ്റ് എടുത്ത് നമ്മൾ നേരെ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. ഇത് പാതാളം ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പാണിത്. അപ്പോൾ ഇത് നല്ല തിരക്കുള്ളൊരു ജംഗ്ഷൻ തന്നെയാണ് പാതാളം ജംഗ്ഷൻ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കോമ്പൗണ്ട് എന്ന് വെച്ചാൽ അത് പാതാളം ESI ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടാണ്. ലെഫ്റ്റ് സൈഡിലാണ് ESI. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ നേരെ കയറാൻ പോകുന്നതെന്ന് വെച്ചാൽ പാതാളം ബ്രിഡ്ജിലേക്കാണ് കയറാൻ പോകുന്നത്. പാതാളം പാലം. ഈ പാതാളം പാലം കയറി നമ്മൾ ചെല്ലുന്നത് എടയാർ എന്ന സ്ഥലത്തോട്ട്, എടയാർ എന്ന ജംഗ്ഷനിലോട്ട്. എടയാറിലെ ഇടുക്കി ജംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ എടയാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഉള്ള ഒരു ഏരിയയാണ് എടയാർ. അപ്പോൾ തന്നെ പാലം കയറുമ്പോൾ തന്നെ കാണാം, ലെഫ്റ്റ് സൈഡിൽ കാണാം കുറേ ഇൻഡസ്ട്രീസ് അവിടെ ഉണ്ട്. ഫാക്ടറീസും അതും ഇതും കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേ ഇവിടെ ഈ ഏരിയയിൽ പൊല്യൂഷൻ വളരെ കൂടുതലാണ്. ചില സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിൽ ചെന്നൊരു അനുഭവമാണ്. പുകമഞ്ഞാണ് ഇവിടെ. അതും സാധാരണ പുകമഞ്ഞല്ല, കെമിക്കൽ ചേർന്ന പുകമഞ്ഞാണ്. അത് ശ്വസിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല ആൾക്കാർക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് പല പല കണ്ടെയ്നർ ലോറികൾ ഇതുവഴി പോകുന്ന കാഴ്ച അത് സർവ്വസാധാരണമാണ്. എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭാരമേറിയ ലോറികളും അതുപോലെ വലിയ ട്രെയിലറുമായിട്ട് വരുന്ന ലോറികളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേരുന്ന എടയാർ ജംഗ്ഷനിലോട്ടാണ്. എടയാർ ജംഗ്ഷനിൽ എത്തിയില്ല. ഇവിടെ ബിൽഡിങ്ങിൻ്റെ പേരെ കാണാം, പീനിയ ഇൻഡസ്ട്രിയൽ ഗ്യാസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതൊക്കെ ഓരോ എല്ലാ അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ എടയാർ ജംഗ്ഷൻ ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു സർക്കിളുണ്ട്. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മുപ്പത്തടം, കടങ്ങല്ലൂർ, ആലുവ അങ്ങനെ നമുക്ക് പോവാം. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എടയാറിൻ്റെ കൂടുതൽ ഇൻഡസ്ട്രീസിലോട്ട് നമുക്ക് കടന്നു, പിന്നെ പാനായക്കുളം അങ്ങനെ ആ സൈഡിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് എടയാർ ജംഗ്ഷൻ. ഇവിടെ പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് മുപ്പത്തടത്തോട്ട്. അടുത്ത ജംഗ്ഷൻ മുപ്പത്തടമാണ്. അങ്ങനെ നമ്മൾ മുപ്പത്തടം ജംഗ്ഷൻ എത്താറായിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പാതാളം ജംഗ്ഷനിൽ നിന്ന് മുപ്പത്തടത്തോട്ടുള്ള യാത്രയിൽ മുപ്പത്തടം ജംഗ്ഷൻ്റെ ബൗണ്ടറിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം തൊട്ട് ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ മുപ്പത്തടം ജംഗ്ഷനാണ്. ഇത് മുപ്പത്തടമാണ്. ലെഫ്റ്റ് സൈഡിൽ മുപ്പത്തടം ഗവൺമെൻറ് സ്കൂൾ, റൈറ്റ് സൈഡിൽ മുപ്പത്തടം ഗവൺമെൻറ് സ്കൂളുമാണ്. അപ്പോൾ ഇവിടെ മുപ്പത്തടവും വളരെ തിരക്കുള്ളൊരു സ്ഥലമാണ്. വളരെ തിരക്കുള്ള സ്ഥലമാണ്. സാധാരണ ഒരു ജംഗ്ഷൻ പോലല്ല. അത്യാവശ്യം നല്ലൊരു ടൗണിൻ്റെ അത്രയും തിരക്കുണ്ട് ഇവിടെ. സർവ്വസമയം തിരക്കുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന വലിയ മരം നിൽക്കുന്നതാണ് മുപ്പത്തടം ജംഗ്ഷൻ. അതാണ് മുപ്പത്തടം ജംഗ്ഷൻ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഓക്കെ, അത് വളരെ ഇപ്പം തിരക്ക് കുറവാണ്. ഇപ്പം ലോക്ക്ഡൗണിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ വളരെയധികം തിരക്കുള്ള സമയം, പ്രത്യേകിച്ച് സന്ധ്യാനേരങ്ങളൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ മുപ്പത്തടം പഞ്ചായത്ത് ജംഗ്ഷൻ എന്ന് പറയും. അത് മുപ്പത്തടം പഞ്ചായത്ത് ഓഫീസ്, അതായത് കടങ്ങല്ലൂർ പഞ്ചായത്ത്, അതായത് മുപ്പത്തടം പഞ്ചായത്തല്ല, കടങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസൊക്കെ ഇരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് പഞ്ചായത്ത് ജംഗ്ഷൻ എന്ന് പറയുന്നത്, മുപ്പത്തടം പഞ്ചായത്ത് ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏതായാലും അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിന് മുന്നോട്ട് പോകാം.